വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മാൻ വു ഷൗട്ടഡ് തെരേസ ബൈ ഇറ്റാലോ കാൽവിനോ എന്നുള്ള വർക്കാണ്. ഇതിൽ ഇറ്റാലിയൻ എന്നാണ് എഴുതിയിട്ടുള്ളത്, ഇറ്റാലോ കാൽവിനോ എന്ന വർക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇറ്റാലോ കാൽവിനോയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ മാൻ വു ഷൗട്ടഡ് തെരേസ. ഒരു മാൻ എന്ത് ചെയ്യുന്നുണ്ട്, തെരേസ എന്നുള്ള ആ ഒരു നെയിം എന്ത് ചെയ്യുന്നുണ്ട്, അലറി വിളിക്കുന്നത് എന്നാണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ മീനിങ് എന്നുള്ളത്. ഒരു മാനിനെ സെൻറ്റർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഉള്ളത്. ഈ ഒരു മാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിറ്റിയിലുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്നും തെരേസ എന്നുള്ള നെയിം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീംസ് എന്നുള്ളത് തീംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഐസൊലേഷൻ, ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ്റെ ആഗ്രഹം, അതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീംസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇറ്റാലോ കാൽവിനോയുടെ മറ്റുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള വർക്ക്സ് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ഇനി ഈ ഒരു യൂസ് ഓഫ് തെരേസ, ഈ ഒരു നെയിം റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ത് സിമ്പിളായിട്ടാണ്, ലോസ്റ്റ് ലവ്, നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്നേഹം സിമ്പിൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു തെരേസ എന്നുള്ള യൂസ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുള്ളത്. അതുപോലെ തന്നെ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം, അതൊക്കെയാണ് ഈ ഒരു തെരേസ എന്നുള്ള യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അതുപോലെ തന്നെ സിംപ്ലി എ നെയിം ദാറ്റ് റിപ്രസെൻറ്റ്, ഈ ഒരു നെയിം എന്താണ് റിപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത്, ദ ആക്ട് ഓഫ് കോളിംഗ് ഔട്ട്, വിളിച്ച് പറയുന്ന ആ ഒരു ആക്റ്റാണ് റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള, പ്രതികരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതീക്ഷയായിട്ടാണ് ഈ ഒരു നെയിം എന്ത് ചെയ്യുന്നുള്ളത്, റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത്. ഈ ഒരു തെരേസ എന്നുള്ളത് ലോസ്റ്റ് ലവിൻ്റെയും അതുപോലെ തന്നെ ഡിസൈഡ് കണക്ഷൻ്റെയാണ് സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു തെരേസ എന്നുള്ളത് റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് എന്തൊക്കെയാണ്, റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള ഹോപ്പ്, പ്രതികരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയും, അതുപോലെ തന്നെ കോളിംഗ് ഔട്ട്, വിളിച്ച് പറയുന്നതിൻ്റെ ഒരു ആക്ഷനായിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത്. ഈ ഒരു മാൻ്റെ ഈ ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു തെരേസ എന്നുള്ള നെയിം റിപ്പീറ്റേറ്റീവ് ചാൻറ്റിങ് എന്നുള്ളത്, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ജപിക്കുക എന്നുള്ളത് റിവീൽ ചെയ്യുന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡിസയർ ഫോർ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് റിവീൽ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കറണ്ട് സർക്കംസ്റ്റൻസസിനേക്കാൾ കൂടുതൽ മറ്റെന്തിനോ വേണ്ടിയിട്ട് അദ്ദേഹം കൊതിക്കുന്നതായിട്ടാണ് ഈ ഒരു തെരേസ എന്നുള്ള റിപ്പീറ്റേറ്റീവ് ചാൻറ്റിങ് കൊണ്ട് റിവീൽ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എ സെൻസ് ഓഫ് ഇമ്മീഡിയസി ആണ് ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ റീഡേഴ്സിനെ അലോ ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് ദ മാൻസ് ഫീലിംഗ്, ആ ഒരു മനുഷ്യൻ്റെ ഫീലിങ്സും അതുപോലെ തന്നെ മോട്ടിവേഷൻസും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡറിനെ അലോ ചെയ്യുന്നുള്ളത് ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വേൾഡ് ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷനിലെ മറ്റുള്ള ടോപ്പിക്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും. So stay connected and keep supporting this channel for more videos about BA English classes.